കുടുംബ ഞാൻ നല്ല ആ വരണ തരാൻ നോക്കാണ്. കുടുംബം തോണിയാണ് ആ വരണത്. രണ്ടാളും ഫുൾ ടൈം താമര. എനിക്ക് സന്തോഷമായിട്ട് മരിക്കാറ്, സന്തോഷമായിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഉടുമ്പിന്റെ കൂടെ അല്ലേ നടക്കണത്. എല്ലാരും വടക്കാക്കണ ആളാണ് അവൻ. ഉടുമ്പിന്റെ കണിപ്പെട്ടവരൊന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. തോണിന്റെ പിന്നാലെ കുടുംബം എന്തിനാ നടക്കണെന്ന് അറിയോ? അവന്റെ പെണ്ണിന്റെ മേലെ അവനക്കൊരു കണ്ണുണ്ട്. ആ തോണിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അവളെ എങ്ങനെങ്കിലും അതിന് ഒഴിവാക്കണം. അതിനാവല്ലോ തോണി ഉടുമ്പിനൊപ്പം കൊണ്ടടക്കണേ. എനിക്ക് സന്തോഷമായിട്ട് വെറുതെ ഓരോന്ന് വേണ്ടാത്ത ചിന്തിക്കണ്ട. സന്തോഷമായിട്ട് മരിക്കണം. എനിക്ക് ഒന്നും വേണ്ട. ഇതിന്റെ എല്ലാം ഞാൻ ആൾക്കാർക്ക് കാണുന്നില്ല. കുറച്ചു കാലമായേ ഞങ്ങൾ ഇത് വഴി പോകുമ്പോൾ നിങ്ങൾ പരിഹസിച്ചിരിക്കണേ. ഇയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി നിങ്ങൾക്കൊക്കെ അറിയോ? ടൈം വെള്ളപ്പുറത്ത് എടുക്കണ അയാൾ എന്ത് ചെയ്യാനാ സർപ്പാക്ക? അതവൻ വള്ളപ്പുറത്ത് പറയണില്ല, അത് കാര്യാക്കണ്ട. ഇവൻ ചെയ്ത പുണ്യപ്രവൃത്തിയെ ലോകം അറിയാൻ കിടക്കാണ്. നിങ്ങൾക്ക് അറിയാതെ വലിയ പുണ്യം അവൻ എന്താ ചെയ്തത്? ഡോക്ടർമാരെ ഇവന്റെ ജീവന് വിധി എഴുതി. അപ്പൊ അവൻ ചെയ്തത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇവന്റെ അവയവം അവന് 3 പേർക്ക് ദാനം ചെയ്യാന്ന് തീരുമാനിച്ചു. നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഈ പരിപാടി പറ്റുമോ? ഉടുമ്പും തോണിയൊക്കെ നിങ്ങളെ മുന്നിൽ വളരെ മോശക്കാരായിരിക്കും. എന്നാലും തോണിക്ക് ഇത്ര നല്ലൊരു മനസ്സുണ്ടെന്നുള്ള എനിക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ കഴിഞ്ഞത്.